ഷാബുമോൻ ഇപ്പൊ പൊങ്കാലിട്ടിരിക്കുകയാണ്. നാട്ടുകാർ മുഴുവൻ തെരുവിളിയോട് തെരുവിളിയാണ്. പുള്ളി ജന്മത്തിൽ വിചാരിച്ചില്ല ഇങ്ങനെ തെരുവിളി കേൾക്കുമെന്ന്. പുള്ളി എനിക്കൊരു പണി തന്നാണ്. അതായത് വിനിത വന്ധ്യ തിയേറ്ററിൽ ബാക്കി കോമാളികളും കുഴപ്പമില്ല, ആറാട്ടറിനെ ഒതുക്കണോ? ഇപ്പൊ ആരും ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഷാബുമോൻ ഒതുങ്ങിപ്പോയി. ഷാബുമോന്റെ പേര് തരികിട ഷാബു എന്നാണ് പേര്. ഷാബുമോൻ പണ്ടൊക്കെ എന്തൊക്കെയോ ഒപ്പിച്ച കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പൊ കമന്റ്സ് മുഴുവൻ തെരുവിളിയാണ് ഷാബുമോനെ. ഷാബുമോനെ എന്നെ ചെവിക്കൽ പൊട്ടിക്കണം, അടിക്കണം, മെന്റലി അൺസ്റ്റേബിൾ ഒരാളെ പിടിച്ച് അടിക്കുകയും ചെയ്യുന്നു. എന്തായാലും പുള്ളി കിട്ടുന്നതിൽ കിട്ടിയിട്ടുണ്ട്. ഇത് പ്രതികരിച്ചിട്ടില്ല. എല്ലാ ടിക്കറ്റിൻ്റെ ആയാലും ചെയ്ത്താനായാലും ഷാബുവിൻ്റെ ഫ്രണ്ടാണ്, എന്നാലും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല തെരുവിളി കേട്ടുകൾ കിട്ടേണ്ട മുഴുവൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഷാബുവിന് ഇതൊന്നും സംസാരിക്കില്ല. അവൻ എന്നെ ഒതുക്കാൻ നടക്കുകയാണ്. അവനെ കാണുന്നില്ല. അവന് നന്ദുവിനില്ലാത്ത വിഷമമാണ് അവൻ. ഇപ്പം നന്ദു മര്യാദയ്ക്ക് നടന്നു പോയതാണ്. മര്യാദയ്ക്ക് അവൻ വിവാദത്താക്കാൻ പോയതാണ്. ഇപ്പം നന്ദുവിടെ പേരും കൊണ്ടിട്ടിരിക്കുകയാണ്. എന്തായാലും നാറിൻ്റെ നാറി നിത്യവിനോടെ കാര്യം. നിത്യവൻ നമ്മുടെ അത് എന്താ സംഭവിച്ചെന്ന് ഇയാൾക്ക് അറിയില്ല. പക്ഷെ ക്ലോസ് ചാപ്റ്റർ എൻ്റെ കഴിഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. ബിയാൻ പോസ്റ്റിൽ രജനീഷ് രണ്ടാമത് കൊണ്ടുവന്നു. ക്ലോസ് ചാപ്റ്റർ ആയിരുന്നു. എന്തൊക്കെ ആയാലും ഷാബുമോന് കിട്ടുന്നത് കിട്ടി. ഷാബുമോൻ ഇപ്പോൾ ടിൻറ്റു മോനെ മാറിയിരിക്കുകയാണ്. ഷാബുമോൻ ഇപ്പോൾ ടിൻറ്റു മോനായി. പുള്ളി എന്താ പറയുക, ചെവിക്കൽ പൊട്ടിക്കണം, ഒരാളെ കൊല്ലണം, ഇങ്ങനെയൊക്കെയാണ് പറയണത്. പുള്ളി നല്ല ഗുണ്ടയാണ്. പുള്ളി ലോയിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ. ഇങ്ങനെ സംസാരിക്കുന്ന വിദ്യാഭ്യാസം മനുഷ്യത്തുള്ള ആൾക്കാർ രീതിയിൽ പറയുമോ? കിട്ടുന്ന കമൻസ് മുഴുവൻ പുള്ളിക്ക് നല്ല അടി കിട്ടുന്ന. ഇനി മേലാൽ പുള്ളി ഈ വിഷയം സംസാരിക്കില്ല. കിട്ടേണ്ട മുഴുവൻ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇയാൾക്ക് എങ്ങനെ ബിഗ് ബോസിൽ കിട്ടിയത്? ഇയാളൊന്ന് മോഹൻലാലിൻ്റെ ഫാനിനെ വിളിച്ച് കിടക്കുക. ഇയാൾ കാണിക്കുന്ന ഗുണ്ടാഴ്ച ഞാനോ ആരും കാണിച്ചിട്ടില്ല. ഇയാൾ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി വീട്ടിൽ സംസാരിക്കാത്തത്? ഹേമ കമ്മിറ്റി വീട്ടിൽ പെട്ട ആരുടെ പേര് പറയുന്നില്ലല്ലോ. ഞാൻ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്ന ഇയാൾ പ്രശ്നം. ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്? ഇയാൾ പറയാം നടിമാർക്ക്, ഞാൻ നടന്മാർക്കും കൈ കൊടുക്കാറുണ്ട്. അന്ന് സർഫുദ്ദീന് കൈ കൊടുത്തു, അത് വൈറലായില്ല. നടിമാർ വന്നു കഴിഞ്ഞാൽ കൈ കൊടുത്തേ പറ്റുള്ളൂ, അങ്ങനൊന്നുമില്ല. ഞാൻ എല്ലാവരും കൈ കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ നടന്മാർക്ക് കൊടുക്കുന്നത് വൈറലാവില്ല, പെണ്ണുങ്ങൾക്ക് മാത്രം വൈറലാവും. അന്ന് ഐസിലക്ഷ്മി കൈ അന്ന് വീഡിയോ അത് വൈറലായില്ല. എന്തായാലും ഷാബുമോന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ആണ് മതിയായുണ്ട്. ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്തൊക്കെ വിഡിത്തെ വിളിച്ച് പറയുന്നത്? എന്ത് ലോജിക്കാണ് ഉള്ളത്? ശുദ്ധ പൊട്ടത്തറ വിളിച്ച് പറഞ്ഞിരിക്കുന്ന. കിട്ടുന്ന നന്നായിട്ട് കിട്ടി. നല്ല സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. നന്ദു പ്രതീക്ഷിച്ച സൈബർ അറ്റാക്ക് കിട്ടിയത് ഷാബുമാണ്. ഇപ്പം നന്ദു തെരുവിളിക്കുന്നുണ്ടാവും, നീ എന്തിനാ എൻ്റെ പേര് കൊണ്ടുവന്നിട്ടെന്ന് ചോദിക്കും. എന്തായാലും കിട്ടുന്നത് കിട്ടിയിട്ടുണ്ട്. ഇനിയും മര്യാദയ്ക്ക് ഇരുന്നോളൂ.